തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ സമിതിയാണ്. അതേക്കുറിച്ച് പറയുക മാത്രമാണ് താൻ ചെയ്തത്. ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം ചോദിച്ചത് സ്വാഭാവിക നടപടിയാണ് എന്നും മന്ത്രി പറഞ്ഞു. ചില മാധ്യമങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ ചില മാധ്യമങ്ങൾ എന്താ ചെയ്തത്, അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. വളരെ ദോഷമാണ് ഈ ചെയ്യുന്നത്. അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അദ്ദേഹത്തോട് വിശദീകരണം തേടിയത്. നിങ്ങൾക്ക് എന്നോടും സർക്കാരിനോടും എന്നോടും ഞങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടൂ, ആ ഡോക്ടറെ വെറുതെ വിടൂ. അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഷിജോ കുര്യൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. ഷിജോ, നോക്കൂ, അദ്ദേഹത്തെ, അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വെറുതെ വിടൂ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. സത്യം ചൂണ്ടിക്കാട്ടിയ മാധ്യമങ്ങളെയാണ് ആരോഗ്യമന്ത്രി പഴിച്ചായിരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു വിശദീകരണം? ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യമന്ത്രി ഈ വിഷയത്തിനകത്തും മാധ്യമങ്ങൾക്ക് നേരെയാണ് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ വാർത്തയുടെ പേരിൽ തെറ്റായ വാർത്തകൾ നൽകുന്നു. ഡോക്ടറെ ക്രൂശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താനോ സർക്കാരോ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ്. അതാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ഡോക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്താനോ ഡോക്ടറിന് മേൽ മോഷണക്കുറ്റം ആരോപിക്കാനോ താൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അക്കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതേസമയം നമ്മളടക്കം ആദ്യം മന്ത്രിയോട് ചോദിച്ചത്, ഇന്നലെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറോട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയപ്പോൾ മന്ത്രി തന്നെയാണ് പറഞ്ഞത് ഇത്തരം ഒരു ഉപകരണം കാണാതെ പോയി എന്നുള്ളത്. അപ്പോൾ ഡോക്ടറെ സംശയമുനയിൽ നിർത്തുന്ന ഒരു പരാമർശം മന്ത്രിയല്ലേ നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനും മന്ത്രിക്ക് മറുപടിയുണ്ട്. മന്ത്രി പറയുന്നത് അത് താൻ പറഞ്ഞതല്ല, വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യമാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തണം. അപ്പോൾ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞതാണ്. അതല്ലാതെ ഡോക്ടർ ഹാരിസിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതല്ല. ഡോക്ടർ ഹാരിസ് അതിന്റെ ഭാഗമാണ്. ഡോക്ടർ ഹാരിസ് ആ വകുപ്പിന്റെ HOD ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ആ രീതിയിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഡോക്ടറെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഡോക്ടറെ വെറുതെ വിടൂ, സർക്കാരിനെയും തന്നെയും ക്രൂശിച്ചുകൊള്ളൂ, ആ ഡോക്ടറെ മാധ്യമങ്ങൾ വെറുതെ വിടണം എന്നുള്ള ഒരു പരാമർശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണമാണ് മന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിദഗ്ധ സമിതിക്ക് മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി പറയുന്നുണ്ട്. അതായത് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് താൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അത് ഹാരിസ് ചിറക്കൽ തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അന്വേഷണ പരിധിയിൽ വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അന്വേഷണ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം DMAയുടെ നേതൃത്വത്തിൽ നടക്കും. ഹാരിസ് ചിറക്കലും അതിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ പേരിൽ അതായത് ആദ്യം ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള കാര്യം തുറന്നുപറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും ഒരു പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് പിന്നാലെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെ മറ്റു ചില വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ ദിവസം തന്നെ മന്ത്രി ഇങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറയുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത് അങ്ങനെ ആ ഉപകരണം കാണാതെ പോയിട്ടില്ല, അതവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ അത്രയും വലിയ വിവാദങ്ങൾ അത് വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴും മാധ്യമങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് നടത്തിയത്. അജി, ശരി, ഷിജു കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.